പറയാനല്ലേ കുറച്ച് പോയി. അപ്പൊ നമ്മളെ മറ്റേ വണ്ടി ഇപ്പൊ വന്ന് അത് കാറല്ലേ കേട്ടോ, ട്രാവലർ കാറല്ലേ? എന്നിട്ട് രണ്ടും ആണോ? ആ പോ. മുതുമല ടൈഗർ റിസർവ് സഫാരിക്ക് പോകേണ്ടത്. മുതുമല ടിക്കറ്റ് സാധിച്ചിട്ടുമില്ല. പോട്ടെ. അതെ 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 ബസ്സിൽ ബസ്സിൽ ഓൻ പോയിക്കോട്ടെ, ഓൻ വേണമെന്നില്ലേ. ആരതാ നമ്മളതാളായി ഫുള്ളായി പോവാ.
റൈറ്റ്സ് ഇല്ല. ആനകളെ കണ്ട് തിരിച്ചു വരാടാ. ചായ അടിപ്പം കുടിച്ചാട്ടോ, ക്ഷീണം മാറ്റാം. ഞങ്ങൾ ശബരിമല സീസണിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ നടത്തുന്ന കലക്ക 400 നിങ്ങളെക്കാളും റബ്ബ് പൈസ അടാ ചായ ഞാൻ നമ്മളെ പോയി പുസ്തകം എടുത്തോ, ബാ എടുത്തോട് കൊടുത്തോളൂ. അടെടുത്തോ അടെടുത്തോ. റോഡുകാർക്ക് വണ്ടി പോകണ്ടേ? അറബിയ കാണട്ടെ. ചിരിക്കണ ഗൗരവത്തിലൊക്കെ അങ്ങനെ എന്നെ കട്ട് ചെയ്യണം. വണ്ടി വേറെ എനിക്കില്ലല്ലോ. ശരി ശരി, ഞാൻ സെൽഫിയുടെ കൂടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണം. നിങ്ങളൊന്ന് വാട്സാപ്പില് ഡേറ്റോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പെട്ടെന്ന് പറഞ്ഞേക്കും. ഞാനുണ്ട്.
ജീപ്പിൽ സഫാരിക്ക് പോവാണ്. 1-2 പോയിന്റുകൾ. ഇവിടെ സ്ഥലം കണ്ടുപിടിച്ചാ നമുക്ക് ചോറയ്ക്കാൻ പറ്റിയ സ്ഥലം 2 കളി കഴിഞ്ഞ് വന്നാണേ. ഇന്നത്തെ കിട്ടിയില്ല. കൂടല്ലൂർ മുഴുവൻ നമ്മള് കേരളണ്ട്. KRM KL അങ്ങനെ നമ്മൾ ഓഫ് റോഡ് ഉഷാറല്ലേ? ഇത് നമ്മളതല്ലല്ലോ. നിങ്ങൾ ഇറക്കിക്കോളി. നിങ്ങൾ എങ്ങനെ ഇറക്കിക്കോളി. ചെറിയുണ്ടോ? വേണ്ടേ ഓഫ് റോഡ്? കാന്തല്ലൂർ പോയതുകൊണ്ടേ അത് വലിയ കുഴപ്പമില്ലല്ലേ? അതാണ്. എങ്ങനെയുണ്ട് ഓഫ് റോഡ്? ഒന്നൊന്നര ഓഫ് റോഡ്. അതല്ലേ പറയണത്. ചെല്ലി ചെല്ലി ചെല്ലി. ചെന്നിരിക്കേ. ഷഫീഖ വീഡിയോ എടുത്താൽ മതി. ആരുടെ ഓട്ടോ 3 ആ മുമ്പിലല്ലേ ഇരിക്കേ. മൊത്ത
ആ കുഴപ്പമില്ല. എല്ലാരും കിട്ടുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ഉണ്ടെങ്കിൽ കാണാം. ആ പോട്ടെ 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 പോട്ടെ. ജീപ്പായിട്ട് പോകണ്ട വെച്ചിട്ടാണ്. നല്ല റോട്ടിൽ പോയി പറ നടക്കും. നല്ല ഓടിച്ചേ വരുള്ളൂ. പിന്നെ ചിലതാണ് കല്ലുപ്പ് പിന്നെ വറുത്ത് ചൂടായി. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر. ജമ്മു കശ്മീർ മുത്ത ഇറങ്ങുത്താ. ബിരിയാണി അത് ഉള്ളിലേക്ക് അല്ലതാ കോല് തരുന്നല്ലേ നമുക്കെന്താ. നമുക്ക് ചാടിച്ചു കൊടുത്ത് കാറ്റില്ലേ മാളുവിന്റെ മാളു. അല്ല അതിൽ ഐസ് ഉണ്ട്. അത് ഞാൻ ബാക്കി ചോറുണ്ടെങ്കിലേ അതായിരിക്കും. ഇവിടെ പായ ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ ഇരിക്കാണ്ട്. ഈ നടുവിൽ ഒന്നര കാര്യം ഡോറല്ല പുളാങ്കൂറിന്റെ കൂടി അറിയാം പേര് ആരെ കുട്ടിയാ മതി. ഞാൻ 6 കിലോ ഞാൻ കുറഞ്ഞു.
പോയി നമുക്ക് അല്ലേ എന്താ ഫുഡ് കഴിഞ്ഞു, ഉഷാറായിരുന്നു. മോയാർ ഡാം അവിടെ നിന്ന് എടുക്കണം നമുക്ക്. ഡാമിന്റെ അവിടെ നിന്ന് എടുക്കാം. ഏയ് മറക്ക അവിടെ ഇരിക്കും ഫോട്ടോത്തിന്. എന്റെ മാന്യ വ്യക്തികളെ ഒന്ന് ചെല്ലൂ. അതും നമ്മളപ്പോ ഫോട്ടത്തിന് വരുമോ? എന്താ സാധനം? അതിന് കാലിലത് പ്രശ്നം. ആ ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഇവിടുത്തെ കുറച്ചാളോട് ഇങ്ങോട്ട് വരെ. അടിപൊളിയാ, അടിപൊളി. ഇവിടെ ഞാനൊരു ഇത്തിരി സ്ഥലം വിട്ടുതരും. ഓ ഈ ശരി. മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകലം ചുറ്റും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ പലരും നമ്മളെ മക്കാറാക്കൾ പറയും ഞാനാ, പലരും നമ്മളെ മക്കാറാക്കൾ പറയും ഞാനാ, പലരും നമ്മളെ പിരാന്തനാക്കൾ തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കൾ പറയും ഞാനാ, പലരും നമ്മളെ പിരാന്തനാക്കൾ തുടരും ഞാനീ പോക്ക്. മഹബൂബുൽ ബാദിയ മുഹിയദ്ദീൻ ശൈഖിയ ബഗ്ദാദിലെ മൺമാനഞ്ഞോലിയേ, മഹാരാജനീതിയേ മറയാത്ത മണിയേ, ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ, ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ. മഹബൂബുൽ ബാദിയ മുഹിയദ്ദീൻ ശൈഖിയ ബഗ്ദാദിലെ മൺമാനഞ്ഞോലിയേ, മഹാരാജനീതിയേ മറയാത്ത മണിയേ, ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ, ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ. മൗലദവീല മുന്തും വിലായത്തുള്ളോരേ, മുന്തും വിലായത്തുള്ളോരേ, മുന്തും പുരാനേ മുഹബ്ബത്ത് സീനേ, ദീനിന്നേരീ നിലാവേ, ദീനിന്നേരീ നിലാവേ. മഹബൂബുൽ വാഫിയ മുഹിയദ്ദീൻ ലോകം കാണാം ചേരാം ഹൃദയം പൊട്ടി വഴിയും തെറ്റി ഇടത്തി നടുവിൽ ചുറ്റി അഴിയും പൊട്ടി പണി
മോയാർ ഡാം മോയാറിൽ ഇലക്ട്രിസിറ്റിൻ്റെ കീഴിലായിക്കണു. ഇപ്പോൾ എൻട്രി ഇല്ല, ഒരപ്പുറം പോയി നിൽക്കാം. പോമല്ല എന്നിട്ടാ ഇറങ്ങാൻ പറ്റുക. ഇലക്ട്രിസിറ്റിന്റെ കയ്യിലായി പോയി, ഇലക്ട്രിസിറ്റിന്റെ കീഴിലായി പോയി. ഹൈഡ്രോ കറണ്ട് ഉണ്ടാക്കാം. Susah. Tuh kayak susah. Tuh ada tuh lebar dia ada. Mas precise. Ada jadi nih ada apa dia. സൗദി അറേബ്യ കുറെ പോയിക്കൊണ്ടു കാര്യമില്ലല്ലോ. അല്ല നമ്മള് പക്ഷികളൊക്കെ കുരുവിയാണ്. അല്ല ഇവിടെ എന്ത് സംശയം കബീർ പറഞ്ഞത് കുരുവിയാണെന്ന്. അതാ സംശയം. ആ കുരുവിയാ കണ്ണാടുത്ത് അങ്ങോട്ടൊക്കെ പോകണ്ട്. ഇവിടെ റോഡ് 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 ഉമ്മർ റോഡ് കാലിയായിക്കോട്ടെ. ഇവിടെ ഒന്ന് കുളിക്കലുണ്ട്. രണ്ടെണ്ണം കുളിച്ചു ബോംബെ നല്ല വരുമൊന്നുമില്ല. അപ്പോ പ്രിയപ്പെട്ട ആത്മ സുഹൃത്തുക്കളെ, നമ്മുടെ 84 ബാച്ചിന്റെ 6ാമത്തെ ടൂറിന്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു, ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഉള്ള സമയത്തിനനുസരിച്ച് നമ്മളെ കോർഡിനേറ്റർ പ്ലാൻ ചെയ്ത പ്രകാരം നമ്മൾ സ്ഥലങ്ങളൊക്കെ പോയി. ന്യൂനതകളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ടൂറ് വളരെ ഭംഗിയായിട്ട്, പ്രത്യേകിച്ചും ഫുഡിന്റെ കാര്യത്തിൽ അത് പറയാതിരിക്കാൻ പറ്റൂല. നല്ല ഫുഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആരും മോശമായിട്ട് ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനൊക്കെ നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട ഹബീബിനോടാണ്. അദ്ദേഹമാണ് ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, അത് മെയിൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തെന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ കാര്യവും ഹബീബാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ വളരെ റാഹത്തായി, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവാൻ വേണ്ടി കുറെ ഡിബേറ്റുകളൊക്കെ വന്നു, അതിന് കുറച്ച് ചർച്ചകൾ വന്നു. അനാവശ്യ ചർച്ചകൾ എന്ന് പറയാൻ പറ്റൂല, അതിന് ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾ വന്നു. അതും നമുക്കിടയിൽ എല്ലാവർക്കും ഉത്സാഹമായി കുറെ ആളുകൾ പങ്കെടുത്തു. അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് ഈ ടൂറിന്റെ ഈ ഒരു ഈ ഒരു എനർജി അവസാനം വരെ നിലനിർത്തണമെങ്കിൽ ആരും ഉറങ്ങാൻ പാടില്ല. ഇനിയിപ്പോ ഈ ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ നാട്ടിൽ എത്തും നമ്മൾ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുവരെ ആരും ഉറങ്ങാതിരിക്കുക. എല്ലാവരും നമ്മളെ ഈ ടൂർ അവസാനം വരെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് പ്രീതി സിൽക്സിന്റെ അവിടെ നമ്മൾ കയറിയ അവിടെ തന്നെ എത്തുന്നത് വരെ
എല്ലാവരും എൻജോയ് ചെയ്യുക എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ആ കൂട്ടത്തിൽ ചെറിയ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ട്. എന്റെ അടുത്ത് 2-3 സുഹൃത്തുക്കൾ പറഞ്ഞു, ഈ അടുത്ത മാസം ഡിസംബർ 30-ന്റെ ഉള്ളിൽ 29-ന്റെ ഉള്ളിൽ ഈ ഫാമിലി ടൂർ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം പറയാൻ പറ്റില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഞങ്ങള് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ പറഞ്ഞിരുന്നു ഫാമിലി മീറ്റും അതുപോലെ ഫാമിലി ടൂറും അടുത്ത ജനറൽ ബോഡി ജനുവരി 26-നാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആ ജനറൽ ബോഡിയിൽ നമ്മൾ പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് പറ്റോ ഇല്ല എന്നുള്ളത് ഞങ്ങൾ ഒരുപക്ഷെ ഒരു എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് അതിനകത്ത് തീരുമാനിച്ചിട്ട് അറിയിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോ വേറെ കാര്യം പറയാനുള്ളത്, പാടാൻ പറ്റുന്ന എല്ലാവരും പാടാം. വാപ്പുക്ക് അവിടെ പാടാനുണ്ട്. വാപ്പു നല്ല പാടുന്ന ആളാണ്. അതേപോലെ കുഞ്ഞാപ്പു ഇനി പാടണം. അതുപോലെ ഷംസ് ഉണ്ട്. അതേമാതിരി മറ്റേ ഷംസു കേന്ദ്ര ഗവൺമെന്റിന്റെ ഷംസ് ഉണ്ട്. അബി പാടും. റഹ്മത്ത് പാടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അവസരങ്ങളുണ്ട്, സമയമുണ്ട്. നമുക്ക് 2 മണിക്കൂറോളം സമയമുണ്ട്. അപ്പൊ എല്ലാ ആളുകളും പരിധിയിൽ പാടും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാനൊരു പാട്ടിലേക്ക് കയറാൻ എല്ലാവരും എൻജോയ് ചെയ്യാം. ഓക്കെ. ഇല്ല. ഹലോ. പകലൻ നിശാനിയാലം പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക് സമാഅനൂന तकबीर कलाम प्रस्थाना तहलीम लौहस्ताना തലമർശ കുർശദീന തട്ടേഴും വാഴും മോന പകലൻ നിശാനിയാലം 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ നീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ ചുണ്ടു ചുവന്നത് തളിർവെറ്റിലതിന്നിട്ടോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റിലതിന്നിട്ടോ മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നി സെമ്മിലൂരി സമ്മിലൂടി ഖദീജ ചേത്തുന്നണക്കു ഖദീജ ഉദപ്പിട്ടു മൂടു ഖദീജ
ചേർത്തുന്നണക്കു ഖദീജ. ഇറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേഹി ശമിക്കാത്തതാകും വളർത്തുന്നു വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേഹി ശമിക്കാത്തതാകും വളർത്തുന്നു ജിബ്രീൽ വന്നു ഖുർആന്റെ നൂറ് കലർന്നിൽ തെളിഞ്ഞു. ജിബ്രീൽ വന്നു ഖുർആന്റെ നൂറ് കലർന്നിൽ തെളിഞ്ഞു. ഉദപ്പിട്ടു ഖദീജ ചേർത്തുന്നണക്കു ഖദീജ. അറിവിന്റെ നൂറ് കനിവിന്ദിനാവേ ഭയക്കേണ്ട തെല്ലും ഇലമുണ്ട്. അറിവിന്റെ നൂറ് കനിവിന്ദിനാവേ മലകൊടിയെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് മലകൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് നീലനദീ തീരത്ത് സൗന ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്ത് വിടർന്നിരുന്നു. വിസ്മിനി കേട്ടിരുന്നു, ഇറയോന്റെ മാളനി കണ്ടിരുന്നു. അലതെല്ലാം ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചിൽ കൊണ്ടുവരൂ, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചിൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ മറക്കുവാനാവില്ല, മരിക്കാനുമാവില്ല, സഖിയില്ല
മുല്ലേ മുല്ലേ നീവിടെ കാണാൻ കണ്ണും കരളും പവിച്ചേ മംഗല്യം കഴിക്കാതെ അന്ന് നാം പിരിഞ്ഞില്ലേ ആശകളായിരം നിനക്കന്നു നൽകി ഞാൻ കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ എന്നും ഞാൻ ഏകനാണീ മുല്ലേ ഇന്നും ഞാൻ സുബഹിക്ക് മിനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ഇക്കറുപാടി കിളിയെ നിന്നില്ലേ നീലമേലപ്പെട്ടോരാകാശത്തിനപ്പുറത്തെ സുവർഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ. വളരെ ഉഷാറായിട്ടുണ്ട്. മസിനെ കൂടെ ഒന്ന് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. നമ്മളെ പ്രിയപ്പെട്ട ഗ്രാമസായി ഒറ്റ വാക്കില് സൂപ്പർ. ഉഷാറായി. നല്ല ഉഷാർ പ്രോഗ്രാമായിരുന്നു. ഈദുമായിരുന്നു നല്ല പ്രോഗ്രാമാണ്. ടൂറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ആനുവൽ ടൂറുകളൊക്കെ കോർഡിനേറ്റർ ഹബീബ് റഹ്മാൻ, ചെറിയ സാഹിബ്, മുസമ്മിൽ ഇവർക്കൊക്കെ അടുത്ത വർഷവും ഇതേപോലത്തെ ടൂറുകൾ സംഘടിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ എൻജോയ് ചെയ്യുന്നത്. ഹാപ്പി അടിപൊളിയായി ടൂറ്. ഇനി അടുത്ത വല്ലതുപോലെ ഉണ്ടാകണം. എല്ലാവരും സാഹചര്യത്തിന് പോകുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ട് ഫാമിലി ടൂർ അതിന് മുന്നിലെങ്കിൽ ചെയ്യണം. സ്ഥലമായി എന്തായാലും നമ്മുടെ ടൂർ പ്രോഗ്രാം വളരെ ഗംഭീരമായിരുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഹബീബ് റഹ്മാൻ, മുസമ്മില്, അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾ ചെറി, അതേപോലെ തന്നെ നമ്മുടെ മറ്റു പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ പാട്ട് കുറച്ച് കൂടുതലായോ എന്നൊക്കെ സംശയം. കുറച്ചുകൂടി മുമ്പ് അവലോകനം വേണ്ടിയിരുന്നു. പാട്ട് ഉഷാറാണ്, മോശമായിട്ടല്ല. അത് കുറച്ചുകൂടി അല്ലാത്ത പരിപാടി കൂടി മറ്റുള്ളവർക്കൊക്കെ അവസരം കൊടുക്കണമായിരുന്നു. ഇത് പാട്ട് മാത്രമായിട്ട് പോയോ എന്നൊരു സംശയം. അത് നല്ല ഗംഭീരമായിരുന്നു. ഞാൻ ഒരു അത്ഭുതത്തോടു കൂടി കണ്ടൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ പാട്ട് പാടാൻ കഴിവുള്ള, ഇത്രയും കഴിവുള്ള ആളുകളൊക്കെ കുറച്ച് മുമ്പ് സംസ്ഥാന യുവജനോത്സവത്തിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള കഴിവുള്ളവർ നമുക്കുണ്ട്. ഇനിയും ഇതുപോലെയൊക്കെയുള്ള ടൂറുകൾ സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ടാവട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമലൈക്കും. ടൂറ് വളരെ അടിപൊളിയായി എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്. എനിക്ക് അതിനാണ് അഭിപ്രായമുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഒരാളും നമ്മളെ സന്തോഷിപ്പിക്കില്ല, നമ്മൾ സ്വയം സന്തോഷിക്കുകയാണ് വേണ്ടത്. ഭക്ഷണമൊക്കെ നമുക്ക് എല്ലാവർക്കും പാകം ചെയ്ത് കണ്ട് കൊണ്ടുവരാൻ പറ്റും. ഹബീബിനത് മാന്യമായി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനും എല്ലാ കഴിവും കൊടുക്കും. പക്ഷെ സ്വന്തം സന്തോഷം സ്വന്തമായിട്ട് തന്നെ കൊണ്ടുവരണം. അതിൽ ഒരു ഭാഗമാണ് പാട്ട്. അപ്പോൾ പ്രസംഗം പാട്ടും ഒക്കെ നമ്മളെ ഈ ബാച്ചിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. അതിന് വലിയ സന്തോഷം. കാരണം തീരെ സംസാരിക്കാത്തവർ പോലും ഇപ്പോൾ സംസാരിക്കുന്നു, പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇതിൻ്റെ ഒരു വിജയമാണ്. ഞാൻ നിർത്തുകയാണ്. ഇതിന് ഒരു അറിയിപ്പ് കൂടി ഉണ്ട്. 143ാമത് ഗവൺമെന്റ് സ്കൂളിന്റെ ഒരു വാർഷിക യോഗം നടത്തുന്നുണ്ടല്ലോ, ജനുവരി 1, 2, 3 തീയതികളിൽ. അതിൽ 84 ബാച്ചിന്റെ പിന്നെ ഒരു ഗാനം നമ്മൾ ചെറുക്കണപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പാടാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ ആ പരിപാടിയിൽ നമ്മളെ ഈ ബാച്ചിന്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നല്ല കാര്യമാണ്. അത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. കാരണം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പരിപാടി ഉണ്ട് അന്ന്. അപ്പോൾ അത് നമ്മുടെ പരിപാടിയാണ്. ബ്രിട്ടീഷുകാരുടെ കാര്യത്തിലുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂള് 95 വർഷത്തോളമായി നമ്മളൊക്കെ പഠിച്ചിറങ്ങിയതാണ്. അപ്പോൾ ആ പരിപാടിയിൽ നമ്മൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്നുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖം തന്നെ. ഈ പ്രാവശ്യത്തെ 6ാമത്തെ ടൂറിൽ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പോരുന്നത്. വളരെ ഉഷാറായിരുന്നു. അൽഹംദുലില്ലാ അടുത്ത കൊല്ലം എല്ലാവർക്കും ഇതേമാതിരി എല്ലാവരും ഒന്നിച്ച് ടൂർ പോകാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കബീർ സാഹിബ് ഹെലികോപ്റ്റർ. അസ്സലാമലൈക്കും. ടൂറൊക്കെ നല്ല അടിപൊളിയായി, ഭക്ഷണവും ടൂറൊക്കെ ഉഷാറായിക്കണം. ഇതേമാതിരി അടുത്ത വർഷം നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമലൈക്കും. മുഖ്യ രക്ഷാധികാരി. അസ്സലാമലൈക്കും. ടൂറൊക്കെ ഉഗ്രനായിരുന്നു. ഭക്ഷണവും ഫുഡും ഹബീബിന്റെ എല്ലാ പരിപാടികളൊക്കെ ഉഷാറായി. ഹബീബിന് പ്രത്യേകം നന്ദി പറയാണ്. ഫുഡൊക്കെ അറേഞ്ച്മെന്റിന് ഒന്നും പറയാനില്ല. ഇനി ഇതേമാതിരി പോകാൻ എല്ലാവരും തൗഫീഖ് നൽകട്ടെ. അസ്സലാമലൈക്കും. ടൂറൊക്കെ അടിപൊളിയാണ്. കുറഞ്ഞ ദൂരം കൊണ്ട് കൂടുതൽ എൻജോയ്മെന്റ്. അപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കഠിനാധ്വാനം ചെയ്ത കോർഡിനേറ്റർ അടക്കമുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ മുസ്തഫ നാലകത്ത്. അസ്സലാമലൈക്കും. ടൂർ വളരെ നന്നായിരുന്നു. ഹനീഫ സി എച്ച്. അസ്സലാമലൈക്കും. ടൂർ നല്ല ഉഷാറായിരുന്നു. ഇനി നമുക്ക് ഇതുപോലത്തെ ടൂറിന് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവും നമുക്ക്. പ്രസിഡന്റ് അഹമ്മദ് സാഹിബ്. അസ്സലാമലൈക്കും. നമ്മുടെ ടൂറൊക്കെ ഇൻഷാ അല്ലാഹ് റാഹത്തായി നല്ല ഭംഗിയായി കഴിഞ്ഞു. ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞ മാതിരി നമ്മുടെ ടൂറിന്റെ കോർഡിനേറ്റർ ഹബീബിന് ഒരു ബിഗ് സല്യൂട്ട്. നമ്മൾ ടൂർ തീരുമാനിച്ച അന്ന് മുതൽ വളരെ കൃത്യമായി അത് നിയന്ത്രിക്കുകയും ഭക്ഷണവും ബസ്സും മറ്റു എല്ലാ സൗകര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സംഗതിയും അറിഞ്ഞിട്ടില്ല. എല്ലാം ഹബീബാണ് അത് കൈകാര്യം ചെയ്തത്. അത് കൈകാര്യം ചെയ്ത ഹബീബിനെ അഭിനന്ദിക്കാൻ വയ്യ. അതുമാതിരി നമ്മുടെ മറ്റ് ഹബീബിനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ മുസമ്മിലിനെയും ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഇതുമായി ഫാമിലി ടൂറും മറ്റുള്ള സംഗതികളുമായിട്ട് മുന്നോട്ട് പോകണം. അതിന്റെ ഇടയിൽ ചെറിയൊരു സംഗതി ഒന്നുമില്ല, നമ്മൾ തമാശക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാവരും കേട്ടാണ്. അത് ഇവിടുന്ന് തന്നെ തീർക്കുക, ഇവിടുന്ന് തന്നെ അവസാനിപ്പിക്കുക, മറക്കുക. അതൊരു രസമായിട്ട് തന്നെ കരുതിയാൽ മതി. ഇൻഷാ അല്ലാഹ് പഠിച്ചു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത നമുക്കൊരു ഫാമിലി ടൂറ്, അതായത് കുടുംബം മൊത്തത്തിലൊന്ന് പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് പഠിച്ചു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. മുസ്തഫ. ഇത് പറയാനില്ല. ഹലോ, നമ്മളെ എല്ലാ ടൂറും ഉഷാറായി കാരം. അതിന് കാരണം എന്താ വെച്ചാൽ മറ്റുള്ള ടൂറിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതെക്കുക. അതെപ്പോഴും നോക്കേണ്ട കാര്യം. നമ്മളൊരു ടൂർ പോകുമ്പോൾ ആ ടൂറിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ കാണുക, അത് ഉഷാറായി നമ്മൾ സ്വയം തീരുമാനിക്കുക, നമ്മൾ സ്വയം സന്തോഷിക്കുക. അത്ര ടൂറിലുള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്തൊക്കെ ഒന്ന് കരുതണു. ഹബീബിനെ പ്രത്യേകം പറയണെന്ന് വെച്ചാല്, ഹബീബ് ഇല്ലാത്തൊരു സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് ഹബീബിനെ ടൂർ കോർഡിനേറ്റർ ആയിട്ട് തീരുമാനിച്ചപ്പോ ഒരു തടസ്സം, ഒരു മനസ്സിന് ഇടങ്ങാറും തോന്നാത്ത രീതിയിൽ അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തതില് ഹബീബിന് ബിഗ് സല്യൂട്ട്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ മൈൻഡ് ഫ്രഷ് അപ്പ് പഠന വിനോദ യാത്ര 1984 ബാച്ച് നമ്മളിന്ന് രാവിലെ മുതൽ ഈ സന്ധ്യാ സമയം വരെ, രാത്രി 10:30 മണി വരെ പഴയ ആ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിക്കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും മനസ്സിലുള്ള എല്ലാ ഒട്ടുമിക്ക ഭാരങ്ങളും ഇറക്കി വെക്കാനും സാധിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്കെങ്കിലും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വിദ്യാർത്ഥികളായിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ രീതിയിലുള്ള അഭിസംബോധനകളും സംസാരങ്ങളൊക്കെയാണ് നമ്മളിരുന്ന് ഉണ്ടാവുക. കുതിര കൈത എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആ ഒരു സംഭവങ്ങൾ, അതൊക്കെ അല്ല. ഞാന് കാരണം എനിക്ക് അന്ന് അങ്ങനെയാണ് സ്വഭാവം, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സ്വഭാവം. ഈ ഗ്രൂപ്പിൽ മാത്രം, എന്നാൽ മറ്റൊരു ഗ്രൂപ്പിലും എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ അതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു തിരിവുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവുക.
അപ്പൊ അത് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കണം. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ബുദ്ധിയല്ലല്ലോ ഇന്ന് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ചിന്താശക്തി കൂടുതലാണ്, അത് ഉണ്ടാവണം, കൂടി വരണം. അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകണം. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളിലൊക്കെ നമ്മള് എന്തെങ്കിലും കുറവുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാഥൻ നമുക്കത് പുറത്തു തരുമാറാകട്ടെ. എന്തെങ്കിലും അപാകതകൾ ആരുടെയെങ്കിലും സംസാരത്തിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു കൊടുക്കണം. നമ്മള് നേരം കൊടുത്താൽ കണ്ടോളണമെന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനം എന്താണെങ്കിൽ അത് നടപ്പിലാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരും മനസ്സിൽ ഒരു വിദ്വേഷവും ഒരു വെറുപ്പും വെക്കരുത്. നമ്മളുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉൾക്കൊള്ളുക, തള്ളാൻ പറ്റുന്നത് തള്ളുക. മനസ്സിനെ സന്തോഷമായിക്കൊണ്ട് തന്നെ ഇന്നത്തെ രാത്രിയിലെ ഉറക്കം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നാഥൻ പൂർത്തീകരിച്ചു തരട്ടെ. ഈ ഒരു ഗ്രൂപ്പ് ഈ 5 വർഷമായിട്ട് വളരെ നല്ല നിലയിൽ ആണ് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പല ഗ്രൂപ്പുകളും നടക്കുന്നുണ്ട്. അതൊന്നും ഈ ലെവലിലേക്ക് എത്താൻ പലർക്കും സാധിച്ചിട്ടില്ല. 55 വയസ്സായ ആളുകള് 15 അല്ലെങ്കിൽ 20 വയസ്സായ ആളുകളുടെ മനസ്സിന്റെ ലെവലിലേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാല്, മനസ്സുകൊണ്ട് ചെറുപ്പവും ശരീരം കൊണ്ട് പ്രായവുമുള്ള ആളുകള് ആ മനസ്സിനെ ഇനിയും കൂടുതൽ കാലം ജീവിക്കാൻ, അല്ലെങ്കിൽ ഉള്ള കാലം സന്തോഷമായി ജീവിക്കാനുള്ള മാർഗങ്ങൾ സംസു പറഞ്ഞ പോലെ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു മാർഗമാണ് ഇതൊക്കെ. അത് നമ്മൾ ഇനിയും നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അത് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് എല്ലാവരും നടത്തേണ്ടത്. എല്ലാവരും ഒന്നിനൊന്ന് കഴിവുള്ളവരാണ്. ഈ പറഞ്ഞ പോലെ കുറെ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് ഒരു മനുഷ്യനാവാൻ സാധിക്കൂല. മനുഷ്യനാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വകതിരിവ് എന്നൊരു സംഭവം അത് നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ നാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ നമ്മൾ ഇന്ന് മുഴുവൻ നമ്മൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. ഫ്രഷ് ഓക്സിജൻ, നല്ല നമുക്ക് മനസ്സിനും കുളിര് നൽകുന്ന കാട്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സൊക്കെ ഇന്ന് നല്ല രീതിയിലാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇനിയും നമുക്ക് അതിന് സാധിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഫാമിലി ടൂറും കൂടി നമുക്ക് അതുപോലെ തന്നെ നന്നായി കൊണ്ടുപോകാൻ കഴിയണം. എല്ലാവരും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാവണതിന് ആരും പിന്തിരിഞ്ഞ് നിൽക്കരുത് ഒരു കാര്യത്തിലേക്കും. ആർക്കും ഇതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടായിട്ടല്ല. നമ്മുടെ ഈ കൂട്ടായ്മ നിലനിൽക്കുക, ഈ സൗഹൃദം നിലനിൽക്കുക, അത് നാഥൻ നിലനിർത്തി തെരുമാറാട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് നമ്മുടെ പര്യവസാനം അള്ളാഹു ഈമാനോട് കൂടി ഉള്ളതാക്കി തെരുമാട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം ഞാൻ നന്ദി പറയുന്ന മുമ്പായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ കോർഡിനേറ്റർ വാക്ക്. എല്ലാ ടൂറിനെക്കാട്ടും ഈ ടൂറിലായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു ടൂറ്. എല്ലാ ടൂറിനും ഏകദേശം അഭിപ്രായ വ്യത്യാസം ചിലതിനൊക്കെ വരാറുണ്ട്. ഇതിന് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. പിന്നെ പുറമെ ചെറിയൊരു സ്ഥലമായിട്ട് പോലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അത് നിങ്ങൾ സഹകരിച്ചതിന് വളരെ നന്ദി. കൂടെ ഇതിന്റെ കൂടെ ഞാൻ പ്രത്യേകിച്ച് ഒരു ആളോട് 2-3 ആളോട് നന്ദി പറയണ്ട്. മുസമ്മില് ഫുഡിന്റെ കാര്യം കൈകാര്യം ചെയ്ത മുസമ്മില് വളമ്പലും കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയണ്ട. അത് പറഞ്ഞാലും തീരാത്ത നന്ദിയാണ്, എന്നാലും പറയണു നന്ദി. അതുപോലെ നമ്മൾ ഈ ബസ്സിലിരുന്ന് പാടിയവര് ഒന്നിനൊന്നും മെച്ചാണ്. ഓരോരുത്തരുടെ പേര് ഞാൻ ശരിക്കും പറഞ്ഞില്ല, എന്നാലും ബാപ്പു, നമ്മളെ ഷാംസു, കുഞ്ഞാപ്പു, പിന്നെ ഷാംസു ചുള്ളിയില്, റഹ്മത്തുള്ള, എല്ലാരും ഒന്നിക്കൊന്ന് മെച്ചം. പക്ഷേ നമ്മുടെ സൈദലി ചെറി ജനറൽ സെക്രട്ടറി മാഷാ അല്ലാഹ് പൊളിച്ചു. അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞാൻ ഈ ലൈവ് ഷോക്ക് പോയത് ഇത്ര എനിക്ക് ചിലതൊന്നും ഇത്ര എഫക്ട് കിട്ടിയില്ല. പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ, അതൊരു ഡബിൾ എഫക്റ്റ് ആയിരുന്നു. അത് നമ്മളെ മനസ്സും നമ്മളും ഈ ഗ്രൂപ്പിന്റെ കൂടെ അർപ്പിച്ചത് കൂടി ചെറിന്റെ സൂപ്പർ പാട്ടും എല്ലാം മാഷാ അല്ലാഹ്. ഈ സൗണ്ടിന് ഒരു കേട് വരുത്താതെ എന്നും പാടാനുള്ള കഴിവും പഠിച്ചോൻ തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിർത്തുന്നു. നന്ദി. എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇതിന് കൂടെ പോരാത്തവർക്ക് ഇതൊരു നഷ്ടമാണ്. അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.
താങ്ക് യു ആളുകളാണ് നമ്മുടെ ടൂറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോ സഹകരിച്ച എല്ലാ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി പറയണം. പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിയിൽ ഡ്രൈവർ ഉണ്ട് അസ്കർ, അദ്ദേഹത്തോട് പ്രത്യേകം 84 ബാച്ചിന് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വണ്ടി ഒരു ആനന്റെ മുമ്പിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹം കാണിച്ചൊരു ആത്മധൈര്യം, ആ ഒരു വല്ലാത്തൊരു ധൈര്യം, അത് അള്ളാന്റെ ഒരു അനുഗ്രഹം ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്, ഒരു സംശയമില്ല. അതിലും അദ്ദേഹത്തിന് പെരിയങ്കലിലെ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രിയപ്പെട്ട ഡ്രൈവറാണ്. നമ്മുടെ കൂടെ 2ാം തവണ 3ാം തവണ പോകുന്ന അദ്ദേഹം എനിക്ക് തോന്നുന്നത്. അതിലും അദ്ദേഹത്തിന് ഒരു വലിയ കടപ്പാടും 84 ബാച്ചിന്റെ അറിയിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സഹപാഠികളും എല്ലാ സുഹൃത്തുക്കളും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അതിലുപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഹബീബിനെ കുറിച്ചൊക്കെ പറഞ്ഞു, നല്ല വാക്ക് പറഞ്ഞു. അൽഹംദുലില്ലാഹ് റാഹത്താണ്, സന്തോഷമാണ്. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ ടൂറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇതിന്റെ കാര്യങ്ങൾ മുഴുവനായിട്ടും തീർത്തത് ഫുള്ളായിട്ട് അബി തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ഞങ്ങളിത് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, സംസാരിച്ചു എന്നുള്ളതല്ലാതെ പിന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് മുന്നിട്ട് നടത്തിയത് അബീബാണ്. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്, ഒരു ബിഗ് സല്യൂട്ട് പോലെ 1000 ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. 6ാമത്തെ തവണ നമ്മുടെ ഈ 84 ബാച്ചിന്റെ ടൂറും പിന്നെ ഒരു ഫാമിലി ടൂറും നമ്മൾ സംഘടിപ്പിച്ചു. അതുകൂടാതെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു. നമ്മുടെ ഫാമിലി മീറ്റ് പോലെ ഒരുപാട് എല്ലാ സമയമില്ല ഓരോരുത്തർക്കും പറയാൻ. അതുകൊണ്ട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട്, അബിയോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തെ ആത്മാർത്ഥമായി സഹായിച്ച നമ്മളെ മുസമ്മിൽ, അത് എല്ലാ ടൂറിലും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മുമ്പിൽ മറ്റുള്ള ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. എന്നാലും പേരെടുത്ത് പ്രത്യേകം മുസമ്മിൽ അഭിനന്ദിക്കാൻ ഈ അവസരം കൂടി ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഹക്കീമാഷ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. അദ്ദേഹം പിന്നെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഫാമിലി ടൂർ നമുക്ക് പ്ലാൻ ചെയ്യണം. ആരും പുറംതിരിഞ്ഞ് നിൽക്കരുത്, എല്ലാവരും വേണം. ഒരിക്കൽ കൂടി വീണ്ടും പറയുന്നു, എന്തെങ്കിലും ഈ ടൂറിൽ ചെറിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം, ആരും മനസ്സിൽ വെക്കരുത്. വിശേഷിച്ച് ഞാൻ എന്റെ സ്വന്തം കാര്യത്തിലും 84 ബാച്ചിന് വേണ്ടി ഞാൻ പറയുന്നത്, ആരും ഒരു മനസ്സിന് ഒരു വിഷമവും ആർക്കും തോന്നരുത്. എന്തെങ്കിലും വിഷയമാണ് ഈ നിമിഷം അത് വിടുക. ഈ ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഈ ടൂറിൽ സഹകരിച്ച എന്റെ പ്രിയ സഹപാഠികൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, അകതാലിൽ നിന്ന് 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ടൂർ 84 ബാച്ചിന്റെ 6ാമത്തെ ഈ ടൂർ ഇവിടെ അവസാനിച്ചായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.